സമയം 12 മണിയാവാനായിട്ടുണ്ട്. ഞാനിപ്പോൾ വിചാരിച്ചു ഒരു ഹൊറർ സീരീസ് ഏതെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ചുമ്മാ വട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊരു നമ്മളൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സിസിൻ, അങ്ങനെ ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. സിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് 6 or 7 എത്രയുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. അതിൻ്റെ എന്തായാലും അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണാൻ വിചാരിച്ചിരുന്നു. ബട്ട് അതിൻ്റെ തമ്മിലും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയാവുക. ഈശ്വരാ, എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയാവുന്നുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് തമ്മിലും കാര്യങ്ങളും ഇവിടെ കൊടുക്കാൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓൺ ആക്കിയിട്ടുള്ളത്, കണ്ടിട്ട് പോലും ഇല്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഞാനിത് ഓൺ ആക്കിയിട്ട് പോലും ഇല്ല, പ്ലേ ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു തമ്മിൽ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് പ്ലേ ആവില്ല, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഭയങ്കര പേടിയാവുന്നുണ്ട് ഗൈസ്, എന്താ അറിയില്ല. നമ്മളവിടെ ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് അവിടെ ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് പേടിയാവുക. ഇവിടെ മൊത്തം ഇരുട്ടാണ് ഗൈസ്. പേടിയായിട്ട് അവിടെ ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ട് ഞാനിത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇനി വല്ല ഭക്തിഗാനവും ഇല്ലെങ്കിൽ കുറച്ച് കാർട്ടൂണോ നമ്മൾ പ്ലേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഒരു തമ്മിൽ കാണിച്ചു കേട്ടോ. നിങ്ങളിത് നോക്കി, കണ്ടോ? ആ പെണ്ണിനെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയൊന്നും ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞ പ്രേതത്തിന് നല്ല പേടിയുള്ള ആളാണ് ഞാൻ. പിന്നെ എനിക്ക് ഭയങ്കര പൂതി ഇതൊന്ന് കാണണമെന്ന്. പൂതി തീർന്നിട്ടുണ്ട്, പൂതിയും അതിനപ്പുറം തീർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭക്തിഗാനങ്ങളൊക്കെ അടിച്ച് കാണട്ടെ, അല്ലെങ്കിൽ കുറച്ച് കാർട്ടൂൺ കാണട്ടെ. വേറെ ഏത് സോങ് കണ്ടാലും എനിക്ക് ഇത് ഓർമ്മ വരുന്നുണ്ട്. സോ നമ്മൾ ഭക്തിഗാനങ്ങൾ അടിച്ച് നമ്മൾ കാണട്ടെ. ഓക്കെ ഗൈസ്, ഭക്തി സോങ്സ് നമ്മൾ അടിച്ച് കാണട്ടെ കേട്ടോ. അല്ലാതെ വേറെ വഴിയില്ല. വീട്ടുകാരെ വിളിക്കാൻ പറ്റില്ല. കാരണം രാത്രി എണീറ്റിട്ട് ഇതാണ് നിൻ്റെ പണിയെന്ന് ചോദിക്കും. നമ്മൾ കുറച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കട്ടെ. ഇനി പ്രാർത്ഥിക്കാതെ ഒരു രക്ഷയില്ല. നല്ല പേടിയാവുന്നുണ്ട്. ഒന്നാമത് ഞാനിന്നിവിടെ പുറത്ത്, നമ്മളിവിടെ കിടക്കുന്ന റൂമിലല്ല കിടക്കുന്നത്. സോ നല്ല പേടിയുണ്ട് എന്ന് വെച്ചാൽ നല്ല പേടിയുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. സംസാരിക്കുമ്പോഴൊക്കെ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ പുതപ്പൊക്കെ മൂടി വെച്ചിട്ട് തലയിൽ കൂടെ പുതപ്പൊക്കെ ഇട്ട് മൂടിയിട്ട് ഉറങ്ങാൻ നോക്കി. ബട്ട് പറ്റുന്നില്ല. എനിക്ക് നല്ല പേടിയാവുക. കാരണം ഞാൻ കുഞ്ഞി അതിൻ്റെ ഷോർട്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയായി. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയാവുന്നുണ്ട് ഗൈസ്. ഇനി അത് കണ്ടാലുള്ള എൻ്റെ അവസ്ഥ. പക്ഷേ എനിക്കത് കാണണമെന്നുണ്ട്. ഞാൻ ചിലപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് ഞാനത് കാണും. രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, എന്തായാലും 7 മണിന് മുമ്പായിട്ട് ഞാനത് കണ്ടിരിക്കും. ഓക്കെ, അതിന് ശേഷം കാണാൻ പറ്റില്ല. ഓക്കെ, കാരണം നമുക്ക് ഉറക്കം കിട്ടില്ല. നിങ്ങളാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അത് നമ്മളെ തമ്മിലും കാര്യങ്ങളിലും കാണാൻ അത്രയ്ക്കൊന്നും ഇല്ലേ, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്പായിരിക്കും. സോ ഇനിയിപ്പോൾ ഏത് കാണണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം എൻ്റെ മനസ്സിൽ നിന്ന് അതിന് തമ്മിലും കാര്യങ്ങളും പോകുന്നില്ല ഗൈസ്. ഞാനത് പെട്ടിരിക്കുകയാണ്. എന്തായാലും സീനൊന്നുമില്ല. അതൊക്കെ പ്രേതത്തിൻ്റെ സിനിമയല്ല, അവർ ഷൂട്ട് ചെയ്യുന്നില്ല. എന്തായാലും സീനൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. അപ്പോൾ ബൈ. ഇത് ഓഫാക്കിയിട്ട് എനിക്ക് കിടക്കാൻ തന്നെ പേടിയാവുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ ബള എന്ന് പറയുന്നു. ഇൻസ്റ്റയിൽ പ്രീൽ നോക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, എൻ്റെ ദൈവമേ, അധികം ഹൊററായിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില റീലുകളിൽ എന്തെങ്കിലും ഒരു കവർ തുറക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പ്രേതം ചാടി വരാം, എലി ചാടി വരിക, എട്ടുകാലി ചാടി വരിക, എട്ടുകാലി ചാടി വരിക, അങ്ങനത്തെ റീല് മാത്രമേ എന്തെങ്കിലും കാണുന്നുള്ളൂ ഗൈസ്. എനിക്കറിയില്ല. ഇൻസ്റ്റഗ്രാം അറിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റയിൽ വരെ അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ വേഗം ഉറങ്ങട്ടെ. ശുഭനിദ്ര, സുഖനിദ്ര. മണക്കല്ല, എന്തര പറയേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അത്രയ്ക്ക് പെട്ടിരിക്കുവാണ്. സീനൊന്നുമില്ല. അമ്മേ ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? സോങ് നടിച്ചപ്പോൾ വന്ന സോങ് നോക്കി. റക്ക അമ്മ കാണുന്നുണ്ടോ? നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? കണ്ടു, ഞാൻ ജസ്റ്റ് സോങ് ഒന്ന് അടിച്ചിട്ടുള്ളൂ.
എൻ്റെ ഈശ്വര, അവിടെ ആരാ? അവിടെ ആരാ? ചാക്ക. ഇനി ഞാൻ വല്ലാതെ സംസാരിക്കുന്നില്ല. ഈ വീഡിയോ അപ്ലോഡ് ആയാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് ജീവനുണ്ടെന്ന്. അല്ലെങ്കിൽ അയ്യോ, നമുക്ക് കുറച്ച് സീരിയൽ കാണാം കൈസിന് കണ്ടോ. നമുക്ക് കുറച്ച് സീരിയലൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇപ്പം ഞാനിനി ഉറങ്ങട്ടോ. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങട്ടെ എന്ന് കുറേ നേരമായി നമ്മൾ പറയുന്നത്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് ജാസ്മിൻ്റെ ലൈവ് കണ്ടിരുന്നല്ലോ ഗൈസ്. കണ്ടോ ജാസ്മിൻ്റെ ലൈവ്? ഗൈസ്, സത്യം പറഞ്ഞാൽ ക്യാമറ ഓഫാക്കാത്തത് ക്യാമറയിൽ സംസാരിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു സമാധാനമൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാത്ത പക്ഷം എനിക്ക് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. എന്തായാലും 6 മിനിറ്റായി ഈ വീഡിയോ. ഞാൻ പോസ്റ്റ് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യില്ല, ചിലപ്പോഴേ പോസ്റ്റ് ചെയ്യുള്ളൂ. എന്തായാലും നമുക്ക് നാളെ കാണാം.